നിൽക്കത്തുള്ളൂ. കണ്ടിടാൻ പോകാനാണ് ഒന്നിച്ചാ കൊടുക്കുന്നല്ല, രണ്ടാമത്തല്ല കൊടുക്കുന്നത്, ഒറ്റയടിക്ക്. ഇവരെയും ഇവരുടെയും പിള്ളേരെ വായിക്കുമല്ലോ. പകലാഴ്ചയുടെ പിള്ളേരാകുമ്പോ പിന്നെ നമ്മുടെയും പിള്ളേരെ വരിക. നമ്മുടെ പകലാഴ്ചയുടെ വസ്തുവിന്റെ കൂടെയുള്ള ആ വിദേശ വീട്ടുകാർക്ക് പൈസ അവര് ഇങ്ങോട്ട് തരുമ്പോ ഞങ്ങൾ കൊടുക്കും. ശരിയാക്കി അങ്ങനെയല്ല, ആ വിദേശ വീട്ടുകാർക്ക് ശരിയാക്കാൻ ഒരു വാളി വിട പുലിയുടെ നോക്കാൻ. ഞങ്ങളാക്കിക്കോളാം, ഞങ്ങളാക്കിക്കോളാം. നീ പോ, ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. നീ പോടാ, എനിക്കൊന്ന് പോയി കിടക്കാം. നീ പോ. ഇല്ല, ഞങ്ങളെ ഇല്ല 100 രൂപ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും. ഞങ്ങളുടെ ഇല്ല 100 രൂപ, അങ്ങനെ ആർക്കും കൊടുക്കാനില്ല 100 രൂപയൊന്നും. ഞങ്ങളിപ്പോലെ പാവങ്ങളായതുകൊണ്ട് ഞാൻ പോയാളെ പോയി വയ്യാതെ പോലെ വിളിക്കുന്നു. കല്യാണം കഴിക്കാൻ പറ്റി നല്ല സൗകര്യം ഉള്ള വീട്ടിൽ നിന്നാവുന്ന കല്യാണം കഴിച്ച സഭയാണ്. അതിന്റെ സൗകര്യങ്ങൾ എനിക്കുണ്ട്. പക്ഷേ എനിക്കിപ്പം വയ്യ, എനിക്ക് തീരെ വയ്യ. 88 വയസ്സായി. 88 വയസ്സായി. എന്താ വേണം? അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇരിക്കുന്നത്. ഉണ്ടാതെ ശരി വരയ്ക്ക് കുറച്ച് കൊടുക്കത്തില്ല. 88 വയസ്സായി ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. വസ്തു 22 ഒരു സെന്റിന് എത്ര വരാ? 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപയിൽ കുറച്ച് കൊടുക്കത്തില്ല. പോയി കണ്ട് ഇനി എടുക്കണ്ട. ഞങ്ങൾക്ക് അതേ ഉള്ളൂ. തേങ്ങ ഇല്ല. തേങ്ങ മുറിക്കണ്ടേ? വെള്ളം വന്നാൽ തേങ്ങ കൊടുക്കണ്ടേ? കേട്ടോ, അവരെ വീട്ടിൽ കാശ് വാക്കി വാങ്ങിക്കാനത്. നിന്റെ അവളെയൊന്നും അടുപ്പിക്കാൻ തന്നെ കൊണ്ടുപോകണം. എന്നെ കൈ തൊടാതെ നീ അവളെയൊന്നും അടുപ്പിക്കാൻ തന്നെ കൊണ്ടുപോകണ്ട. നീ തേങ്ങ എടുക്കാൻ ഒക്കത്തില്ല. വരുമോളെ ചുമ്മാ മനുഷ്യരെ കളിപ്പിക്കാൻ വരാതെ. ഞങ്ങൾക്ക് നടക്കാനും വയ്യാനും വയ്യാത്ത പ്രായത്തിലുള്ളവരാ. പിന്നെ കാര്യമായിട്ട് പറഞ്ഞു. ഇതിലപ്പുറം കാര്യങ്ങളൊന്നുമില്ല. അത് ഞങ്ങൾക്ക് നിലവന്ന് തന്നെ ഞങ്ങൾ പറയത്തുള്ളൂ. 42 സെന്റ് നിലം. 42 സെന്റ് നിലം. അല്ല, ഈ 42 നിലമെന്ന് പറഞ്ഞിട്ടേക്കുവാ. പക്ഷെ ഇത് നിലത്തേക്കാരനെ തോന്നിയ സ്ഥലമാണ്. അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് പുലിയുടെ വാങ്ങി കൊടുക്കാൻ അറിയാം. നീ ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞത് ഇങ്ങനെ കിടക്കുവോ? ഇങ്ങനെ കിടക്കുന്ന നീ ഇനിയൊക്കെ 3 തേങ്ങ കൂടാ. നീ അങ്ങനെ എടുക്കണ്ട തേങ്ങ. നീ അങ്ങനെ ആർക്കാൻ കൊടുത്തിട്ട് കാശ് വാങ്ങിക്കാൻ. നീ പോടാ. ഞങ്ങളുടെ തേങ്ങയൊന്നും നീ എടുക്കണ്ട. ഞങ്ങൾക്ക് അരയ്ക്കാനുള്ള തേങ്ങ. പിന്നെ അതേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം പിന്നെ 3 തേങ്ങ എടുത്ത കുറവ് വരും. 3 ദിവസം അരയ്ക്കാനുള്ള തേങ്ങ അല്ലേ? നീ ചെല്ല്, ഞങ്ങൾക്കറിയാം പുരയുടെ ആക്കി കൊടുക്കാൻ. ഞങ്ങൾക്ക് വയ്യ നിന്നോട് വർത്താനം പറയാൻ. ഈ നീ ഇറങ്ങടാ, പോടാ. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇല്ല ഞങ്ങൾ തേങ്ങ എടുക്കണ്ടേ? ഞങ്ങൾ തേങ്ങ എടുക്കണ്ടേ? നീ പോടാ. നീ പോ. വെറുതെ വന്നിരിക്കുക ഇവൻ. അല്ലാണ്ട് പറഞ്ഞു വിട്ടോ ഇവരോട് വരാനെന്ന്. ഞങ്ങൾക്കറിയാമല്ലോ. ആരാണ് ഇവിടെ ആണുങ്ങൾ വരുന്നത് കഥയുണ്ടാക്കാൻ
വിടുന്നത് നിന്നെ? ആ നിന്നെ ആരാടാ വിടുന്നത് അങ്ങനെ? നീ ഇവിടെ വസ്തു വിൽപ്പനക്കാന്ന് പറഞ്ഞാൽ നീ ഇവിടെ വന്നേക്ക്. നിന്നെ ആരോ ഇവിടെ പറഞ്ഞു വിട്ടിരിക്കുന്നത്? ആരാടാ നിന്നെ വിട്ടത് ഇവിടെ? ആ ഇല്ല, നിന്നെ ഞങ്ങൾക്ക് അറിയത്തില്ലയോ? ഇവിടെ കണ്ടവരെ ഒന്നും വിളിച്ച് കയറ്റി ഇവിടെ വെക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങൾക്ക് കേട്ടോ. ആ ഞാൻ പറഞ്ഞത് എല്ലാം ബാക്കിയായിരുന്നു. നീ എന്നോട് പറഞ്ഞാൽ മതി രണ്ടരയും കൂടി കുറച്ച് കൊടുക്കത്തില്ലെന്ന്. ഞങ്ങൾക്കറിയാം വീടാക്കാൻ. അത് പറയേണ്ട കാര്യമില്ല. ഞങ്ങളാ പറഞ്ഞ ഞങ്ങൾ പുരയുടെ വാങ്ങി കൊടുക്കാൻ അറിയാവുന്ന എനിക്ക് കേട്ടാ. നീ ചെല്ലു. ഇല്ല ഞങ്ങൾക്ക് പുരയുടെ വാങ്ങി കൊടുക്കാൻ അറിയാം ഞാൻ കേട്ടാ. ഇല്ലില്ല അമ്മ തേങ്ങ എടുക്കാനുണ്ട്. ഞങ്ങളുടെ തേങ്ങ എടുക്കണ്ട. ഞങ്ങൾ എടുക്കാക്കത്തില്ലേ? നിങ്ങൾ വെള്ളത്തിൽ പോയി തിരിച്ചാലും പോടാ നീ പോടാ പോടാ നീ പോ നീ പോടാ രവി. നീ അങ്ങോട്ടേക്ക് പോടാ. നീ നേരെ പോടാ. അടയ്ക്കണ്ട, ഞങ്ങൾക്കറിയാം അടയ്ക്കാം. നീ നേരെ വടക്കോട്ട് പോ. ഞങ്ങൾ പറഞ്ഞു വസ്തുവിന്റെ വിലയൊക്കെ ഞങ്ങൾക്കറിയാം പുരയിടാക്കി കൊടുക്കാൻ കേട്ടാ. ശരി നീ പോ ഇല്ല നീ പോടാ. നിനക്ക് കള്ളു കുടിക്കാൻ ഇപ്പം കാശ് ഒപ്പിക്കണം. അതിന് വന്നിരിക്കുക. നീ പോ. നീ കള്ളു കുടിയന്മാർക്ക് ഇങ്ങനെ കാശ് ഒപ്പിച്ച് കള്ളു കുടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുക. നീ ചെല്ല്. പോയി പോയി